ഹായ്, അടിപൊളിയല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് രണ്ട് നടന്മാരുടെ വീട്ടിലാണ്. നമ്മൾ തിരുവനന്തപുരത്തുള്ള ജഗദീഷ് ചേട്ടൻ്റെ വീട്ടിലും അതുപോലെ കാലടി ജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും. ഈ കാലടി ജയൻ അദ്ദേഹം മരണപ്പെട്ടു പോയി, ഒരു വർഷം ആവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ വീടും. അപ്പോൾ ഈ രണ്ട് വീടുമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കാലടി ജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കിരീടം, ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ്. ആ വീട്ടിൽ വെച്ച് ഒരുപാട് സിനിമകളുടെ ഷൂട്ട് നടന്നിട്ടുണ്ട്. അതും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ, അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല, നമുക്ക് പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങളും കാണാം. ഓക്കെ. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പി ആർ എസ് വഴിയാണ് വന്നത്. വെള്ളിപ്പാലം PRS, അവിടെ നിന്ന് കാലടി പോകുന്ന വഴിക്കാണ്. നമുക്ക് പാപ്പനംകോട് വഴി വരാം. പിന്നെ അതുപോലെ തന്നെ ആറ്റുകാല അവിടെ നിന്നും ഈ കാലടിയിലോട്ട് വരാം. ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് PRSൻ്റെ ഭാഗത്തു നിന്നാണ്. നമുക്ക് കാലടി ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെയും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലടി ജയൻ ചേട്ടൻ്റെ വീട്. ജയൻ ചേട്ടൻ്റെ വീട് ആക്ടറിന് പുറമെ ആ വീട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെ ആയിരുന്നു മലയാള സിനിമയുടെ ഒരു കാലത്ത്. ഇപ്പം അത് അങ്ങനെ കൊടുക്കാറില്ല വീട്. നമുക്ക് ആ വീടും ജഗദീഷിൻ്റെ വീടും കാണാം. ജഗദീഷേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പം കണ്ട കാഴ്ചയാണ് വെള്ളയാനകളുടെ നാടിൽ ജഗദീഷ് ചേട്ടൻ ഇതിൻ്റെ പുറകെ ഓടുന്ന ഒരു സീനുണ്ട്. അടിപൊളി സീനാണത്. പണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ഇപ്പം നമ്മളെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജഗദീഷിൻ്റെ വീടാണിത്. വീട്ടിൽ ചേട്ടനില്ല, അടുത്ത് തിരക്കിയപ്പം ഷൂട്ടിന് പോയെന്നാണ് അറിഞ്ഞത്. മക്കളും ഇവിടെ അല്ല താമസം. ജഗദീഷ് ചേട്ടൻ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് അടുത്തുള്ളവർ പറഞ്ഞത്. എന്തായാലും ജഗദീഷ് ചേട്ടൻ്റെ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇതാണ് കോടികൾ വിലയുള്ള വീട്. അപ്പുക്കുട്ടനായിട്ട് വന്ന് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലർ അതുപോലെയുള്ള നിരവധി സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ ഞെട്ടിക്കുന്ന നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ്. ഇവിടെ ആരുമില്ല, പുള്ളി ഇപ്പം ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിന് പോയിട്ടുണ്ടാവാം. ഇവിടെ പുള്ളിയില്ല, പുള്ളി ഇവിടെ ഷൂട്ട് കഴിയും, വരും, ജസ്റ്റ് ഒന്ന് നിൽക്കും, പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ജഗദീഷേട്ടൻ്റെ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ സ്വന്തം അപ്പുക്കുട്ടൻ ജഗദീഷ് ചേട്ടൻ, മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ചൊരു നടൻ, നായകനായിട്ടും കൊമേഡിയനായിട്ടും ഇപ്പോൾ ക്യാരക്ടർ റോളുകൾ ചെയ്തും സജീവ സാന്നിധ്യം മലയാള സിനിമയുടെ ജഗദീഷ് ചേട്ടൻ. ഇതാണ് കാലടി ജയൻ അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ വേലായുധൻ, நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதன் மட்டும்தான் தெரியும், சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு வேலாயுதம்? ഒരു പക്ഷേ ഞാനായിരിക്കും സാർ. സാർ എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കാലടി ജയൻ ചേട്ടൻ സീരിയലിലും സിനിമയിലൊക്കെ സജീവമായിരുന്നു. അതുപോലെ തന്നെ ഈ വീടും കിരീടത്തിൽ പാർവതിയുടെയും അതുപോലെ ലാലേട്ടൻ്റെ വീടും ഈ വീട്ടിന് രണ്ട് പോർഷനാണ്. ഇത് അപ്പുറത്തെ സൈഡ് കാണാം, പക്ഷെ അതിപ്പം വേറൊരു ഷോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ രണ്ട് സൈഡ്, നമ്മുടെ ഈ കാണുന്നത് ലാലേട്ടൻ്റെ വീടും അപ്പുറത്തെ സൈഡ് പാർവതിയുടെ വീടുമായിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ അത് നമുക്കത് രണ്ട് പോർഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ഈ വീട് അത് തന്നെയാണ്. അതുപോലെ തന്നെ കമലഹാസൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചാണക്യ സിനിമ ഷൂട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. കല്യാണ മന്ത്രം, ഒരുപാട് മലയാള സിനിമയ്ക്ക് ഈ വീട് ഒരു ലൊക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്.
അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ കാലടി ജയൻ ചേട്ടൻ്റെ വീട് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഇതായിട്ടുണ്ട്. നമ്മൾ ആർക്കും മറക്കാൻ പറ്റാതെ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ തലയണ മന്ത്രം സിനിമയുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട് അതായിരുന്നു. അത് എനിക്ക് അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റിയതാണ്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം ഉണ്ടാവണം. നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.